സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മഞ്ഞിന്റെ താഴ്വരയിൽ നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉറുദു മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കോഴിക്കോട് കാരന്തൂർ മാർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാശ്മീരി വിദ്യാർത്ഥികളാണ് തൃശ്ശൂരിൽ എത്തിയത്. കലകളുടെയും സംസ്കാരത്തിന്റെയും നാടായ കേരളം സ്വർഗ്ഗഭൂമി എന്ന് കുട്ടികൾ. മഞ്ഞിൻ കണങ്ങൾ പെയ്തിറങ്ങുന്ന കാശ്മീർ, മലകളും താഴ്വാരങ്ങളും നിറഞ്ഞ നാട്. സുന്ദരമായ ഈ കാഴ്ചകൾക്കപ്പുറം ഭയപ്പെടുത്തുന്ന ഒരു മുഖം കൂടി കാശ്മീർ എന്ന നാടിനുണ്ട്. നിലയ്ക്കാത്ത വെടിയൊച്ചകളും തോക്കിൻ മുനകളും മരണത്തിന്റെ കഥ പറയുന്ന രാത്രികളും ഈ നാട്ടിലുണ്ട്. ഇവിടെ നിന്നുമാണ് 4 വിദ്യാർത്ഥികൾ കേരളത്തിലെത്തിയത്. കേരളം ഇവർക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാടാണ്. മുഹമ്മദ് കാസിം, മുഹമ്മദ് സുഹൈൽ, ഇർഫാൻ അഞ്ജും, ഫർഹാൻ റസ എന്നിങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ കലോത്സവം അതിശയങ്ങളുടെ കാഴ്ചയായി മാറി. I can't describe my feeling in front of you because here it's a great occasion. Here we got everything, every facilities, food facilities, stay facilities, we got good room, and here I participated in my event. It's a biggest event in Asia, and I came from Jammu and Kashmir. There is no such a Kalolsav, there is no such a opportunity to express our talent, but here in Kerala, here is a every type of opportunities. I'm very thankful to Kerala government. 8ാം ക്ലാസ് മുതൽ ഇവർ കേരളത്തിലാണ് പഠിക്കുന്നത്. ഉറുദു, കഥാരചന, പ്രസംഗം, ഉപന്യാസം തുടങ്ങിയ മത്സരങ്ങളിലാണ് ഇവർ പങ്കെടുത്തത്. മഞ്ഞും മലകളും വിട്ടൊഴിഞ്ഞ് കേരളത്തിലെത്തിയ ഇവർ ഏറെ സന്തോഷത്തിലാണ്. एक नात बनाई है, आका कलम चलाई है, आका कलम चलाई है. കേരളത്തിൽ എല്ലാ കുട്ടികളും ഒന്നിക്കുന്നുവെന്നും മാനവികതയുടെ ഉത്സവമാണ് നടക്കുന്നതെന്നും വിദ്യാഭ്യാസ മേഖലയിലും കേരളം ഏറെ മുന്നിലാണെന്നും കുട്ടികൾ പറയുന്നു. കാശ്മീർ പോലെ തന്നെ കേരളവും ഇവർക്ക് ജന്മനാടായി മാറി. 10ാം ക്ലാസ് പൂർത്തിയാക്കി തുടർ പഠനവും കേരളത്തിൽ നടത്തണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ നിന്ന് മഞ്ഞുമലകളും താണ്ടിയാണ് ഈ കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് എത്തിയത്. ഇവരുടെ നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വളരെ കുറവാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം മികവുറ്റ രീതിയിൽ സംഘടിപ്പിച്ചെന്നും അതുപോലെ തന്നെ കലകളും സംസ്കാരത്തെയും ചേർത്ത് പിടിക്കുന്ന നാടാണ് കേരളമെന്നുമാണ് ഇവർ പറയുന്നത്. ക്യാമറാമാൻ പി സലിമിനോടൊപ്പം സാരിംഗ് PS, കൈരളി ന്യൂസ്, തൃശ്ശൂർ.